الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم والذين يقولون ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ഏറെ സ്നേഹം നിറഞ്ഞ രക്ഷിതാക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന, ആഹാരവും അന്നപാനീയങ്ങളും നൽകി സദാ നമ്മെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട രക്ഷിതാവിൻ്റെ വിധിയും വിലക്കുകൾ ഓരോന്നും നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും ഏറ്റവും നന്നായി പാലിച്ച് നല്ലവരായി ജീവിക്കണേ എന്ന് എല്ലാവരോടുമായി ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹു ആ നിലക്ക് ജീവിച്ച് അപ്രകാരം ഈ ദുനിയാവിൽ നിന്ന് വേർപിരിഞ്ഞ് നാളെ പരലോകത്ത് ഏറെ സന്തോഷത്തോടുകൂടെ നമ്മുടെ പ്രിയപ്പെട്ട നാഥനെ കണ്ടുമുട്ടാനും അവന്റെ അനുഗ്രഹീതമായ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാനുമുള്ള മഹത്തായ ഭാഗ്യം റബ്ബ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മെ ഏറെ വേദനിപ്പിക്കുകയും മരവിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന
അനേകം വാർത്തകൾ ദിനേന എന്നോണം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ആ വാർത്തകളിൽ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ കുഞ്ഞു മക്കളുമായി ബന്ധപ്പെട്ട, കുരുന്നു മക്കളുമായി ബന്ധപ്പെട്ട വാർത്തകൾ. രണ്ട് നിലക്കാണ് ഈ വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, തന്റെ പ്രിയപ്പെട്ട കുഞ്ഞു മക്കൾക്ക് വേണ്ടി അവരുടെ ജീവന് വേണ്ടി മനമുരുകി കഴിയുന്ന രക്ഷിതാക്കളും കുടുംബവും ആ കണ്ണൊന്ന് തുറന്നു കാണാൻ, മോനെ എന്ന, മുത്തേ എന്ന വിളിയൊന്ന് കേൾക്കാൻ, നൽകുന്ന മരുന്നുകളോട് എങ്ങനെയെങ്കിലും ഒന്ന് ശരീരം പ്രതികരിക്കാൻ, ആ കുഞ്ഞിക്കാലിലെ കുഞ്ഞു വിരലെങ്കിലും ഒന്ന് ഇളക്കുന്നത് കാണാൻ കൊതിയോടെ പ്രാർത്ഥനയോടുകൂടെ കഴിയുന്ന രക്ഷിതാക്കൾ. അതിലേറ്റവും വലിയ ഉദാഹരണമായിരുന്നു ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടത്. തളർന്നു വീണ് ദിവസങ്ങളോളം വെന്റിലേറ്ററിൽ കഴിഞ്ഞ് പിന്നീട് നാഥന്റെ വിളിക്കുത്തിരമേകിയ ഹനീൻ എന്ന കുഞ്ഞുമോന്റെ നിഷ്കളങ്കമായ മുഖം ഇപ്പോഴും നമ്മുടെ മനസ്സുകളിലുണ്ട്. 2-3 ദിവസങ്ങളിലായി നമ്മളൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. തിരുവമ്പാടിയിലെ ഇഹ്സാൻ എന്ന് പറയുന്ന പൊന്നുമോനു വേണ്ടി വെറും 4 മണിക്കൂറിൽ 40 ലക്ഷത്തിന് മുകളിലാണ് പണം ശേഖരിച്ചത്. ആ കുഞ്ഞിന്റെ പിതൃ സഹോദരൻ അദ്ദേഹം പകുത്തു നൽകിയ കരൾ അത് തുന്നിച്ചേർത്ത് നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് പോലും ആ കുഞ്ഞ് വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നാഥൻ വേഗത്തിൽ ആ കുട്ടിക്ക് ഷിഫയെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങൾ, ഈ 2 കുടുംബവും ഓരോ സമയങ്ങളിലും മെസ്സേജുകളായി ഞങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞുമോനെ ആത്മാർത്ഥമായി നിങ്ങൾ പ്രാർത്ഥിക്കണേ എന്ന് മനമുരുകി നമ്മളോട് ആവശ്യപ്പെട്ട മെസ്സേജുകൾ എത്രയോ നമ്മൾ വായിക്കുകയുണ്ടായി. എന്നാൽ ഇതിന്റെ ഒരു മറുവശവും ഇപ്പൊ നമ്മുടെ നാടുകളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. മുലപ്പാലിന്റെ ഗന്ധം പോലും വിട്ടുമാറാത്ത വളരെ കുഞ്ഞി പൈതങ്ങളോട് കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്ന കാട്ടാന്തരങ്ങളുടെ വാർത്തകളുമേറെ ഭീതിയോടുകൂടെയാണ് നാം ഓരോരുത്തരും കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നെടുമങ്ങാട് പ്രദേശത്തുള്ള 1.5 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞിനോട് അമ്മയുടെ കാമുകൻ കാണിച്ച ക്രൂരതകൾ മനസാക്ഷിയുള്ളൊരു മനുഷ്യനും ഒരിക്കലും സഹിക്കാൻ സാധ്യമാകുന്നതിനും അപ്പുറമാണ്. 50-ലധികം തീ പൊള്ളലേറ്റ പാടുകൾ ആ കുഞ്ഞു ശരീരത്തിലുണ്ടായിരുന്നു എന്നാണ്. 2 കൈകളും തല്ലിയൊടിച്ചു ആ ദുഷ്ടൻ. ഒന്ന് ഓടിയൊളിക്കാനോ ആർത്താർത്തൊന്ന് ഒച്ചവെച്ച് കരയാനോ കഴിയാതെ പോയ പിഞ്ചുബാലൻ. കാമുകന്റെ ക്രൂരതകൾ കണ്ടുനിന്ന് ആ കുട്ടിയെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തുക പോലും ചെയ്യാതെ
കാമുകനെ നിയമ നടപടികളിൽ നിന്ന് രക്ഷിക്കാൻ ശ്രമിച്ച ആ കുഞ്ഞിന് ജന്മം നൽകിയ സ്ത്രീയെ, ആ സ്ത്രീയുടെ വാർത്തകളും ഏറെ നമ്മെ ഓരോരുത്തരെയും നടുക്കുകയുണ്ടായി. ഈ രണ്ട് വാർത്തകളും മുന്നിൽ വെച്ചുകൊണ്ട് ഈ സമയത്ത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. സഹോദരങ്ങളെ, ആരാണ് ഈ പൊന്നുമക്കൾ? ആരാണ്? എന്തിനാണ് ഈ കുരുന്നുകളോട് ഇவ்விதം എന്തിനാണ് ക്രൂരത കാണിക്കുന്നത്? പരിശുദ്ധ ഇസ്ലാം കുരുന്നുകളുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്? കുഞ്ഞുങ്ങളോട് ഏത് നിലക്കാണ് നാം ഓരോരുത്തരും പെരുമാറേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട് ഒട്ടനേകം വചനങ്ങൾ പരിശുദ്ധ ഖുർആനിലും അതേപോലെ പ്രവാചക ചരിത്രങ്ങളിലും വചനങ്ങളിലുമൊക്കെ നമുക്ക് ഓരോരുത്തർക്കും കാണാൻ കഴിയും. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ലില്ലാഹി മുൽക്കുസ് സമാവാതി വൽ അർദ് യഖ്ലുഖു മാ യശാഉ ഇനാസൻ വയഹബു ലിമൻ യശാഉ ദുകൂർ. അല്ലാഹു പറയാണ്, മനുഷ്യരെ, മക്കൾ പടച്ചോന് നിങ്ങൾക്ക് നൽകുന്ന മഹത്തായ അനുഗ്രഹമാണ്. അൽ മാലു വൽ ബനൂൻ സീനത്തുൽ ഹയാത്തി ദുനിയ. മക്കളും അതേപോലെ സ്വത്തുമൊക്കെ സീനത്താണ് മനുഷ്യരെ, നിങ്ങൾക്ക് അലങ്കാരമാണ് എന്ന് വീണ്ടും പരിശുദ്ധ ഖുർആൻ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ എപ്രകാരമായിരുന്നു കാരുണ്യത്തിന്റെ പ്രവാചകൻ മക്കളോട് കാരുണ്യം കാണിച്ചത് എന്നതിന് അനപരതം സംഭവങ്ങൾ പരിശുദ്ധ ഇസ്ലാമിൽ നിന്ന് നമുക്ക് വായിക്കാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്രാഹിം എന്ന് പറയുന്ന ഒരു കുഞ്ഞ് അദ്ദേഹത്തിന് ജനിച്ചപ്പോ ആ വിഷയത്തിൽ അദ്ദേഹം ഏറെ സന്തോഷം പ്രകടിപ്പിച്ചിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. സ്വഹാബിമാരോട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉലിദലി ലൈലത ഗുലാം, ഇന്നലത്തെ രാത്രിയിൽ എനിക്കൊരു കുഞ്ഞ് പിറന്നിട്ടുണ്ട്. ഫസമ്മൈതുഹു ബിഇസ്മി അബി ഇബ്രാഹിം, ഞാൻ ആ കുഞ്ഞിനെ എന്റെ പ്രിയപ്പെട്ട പിതാവ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പേരാണ് ഞാൻ അദ്ദേഹത്തിന് ഇട്ടത് എന്ന് തന്റെ സ്വഹാബാക്കളോട് വളരെ സന്തോഷത്തോടുകൂടെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംസാരിക്കുന്നതും സന്തോഷം പ്രകടിപ്പിക്കുന്നതും നമുക്ക് കാണാൻ കഴിയും. മാത്രവുമല്ല, തന്റെ പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വിളിച്ചിരുന്ന വിളി പോലും അങ്ങേയറ്റത്തെ കാരുണ്യത്തിൻ്റെതായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. യാ ഫാത്തിമ അൻതി ഖിതഅതുക ബിദി, മോളെ ഫാത്തിമ, നീ എന്റെ കരളിന്റെ കഷ്ണമാണ് മോളെ. മോളെ ഫാത്തിമ, നീ എന്റെ കരളിന്റെ കഷ്ണമാണ് മോളെ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പ്രിയപ്പെട്ട മോളെ അഭിസംബോധന ചെയ്തിരുന്നു എന്ന് ഇസ്ലാമിക ചരിത്രത്തിൽ നിന്ന് നമുക്ക് വായിക്കാൻ കഴിയും. വലിയ കുഞ്ഞായിരുന്നിട്ട് പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മോളെ നീ എന്റെ കരളിന്റെ കഷ്ണമാണെന്ന് മോളോട് പറഞ്ഞിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. മാത്രവുമല്ല, തന്റെ പ്രിയപ്പെട്ട സന്തതികളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്നു എന്ന് ഇസ്ലാമിക ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയിൽ നിന്ന് വന്നൊരു ഹദീസിൽ ഇപ്രകാരം നമുക്ക് കാണാൻ കഴിയും, ഇദാ ദഖലത് അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
ഖാമ ഇലൈഹാ ഫഖബ്ബലഹാ വഅജ്ലസഹാ ഫീ മജ്ലിസി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ റളിയല്ലാഹു അൻഹ എങ്ങനെ കാണുമ്പോ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവളിലേക്ക് അങ്ങോട്ട് എഴുന്നേറ്റ് ചെല്ലും, എന്നിട്ട് ചേർത്ത് പിടിക്കും, തന്റെ പ്രിയപ്പെട്ട മോളെ തുരുതുര ഉമ്മ വെക്കും. വഅജ്ലസഹാ ഫീ മജ്ലിസിഹി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മടിയിൽ തന്റെ പ്രിയപ്പെട്ട മോളെ ഇരുത്തുകയും ചെയ്തിരുന്നു എന്ന് ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മഹാനായ ഇബ്നു അബ്ബാസ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറയാണ്, ഞാന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ, അദ്ദേഹത്തിന്റെ കൂടെ കുഞ്ഞായിരിക്കുമ്പോ ഞാൻ ഇങ്ങനെ യാത്ര ചെയ്യാറുണ്ടായിരുന്നു. ഞാനൊരു ചെറിയ കുഞ്ഞായിരിക്കുമ്പോഴും ഞാന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഞാന് യാത്ര ചെയ്യാറുണ്ടായിരുന്നു. കുന്തു ഖൽഫ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യൗമ. ഞാൻ എന്റെ പ്രിയപ്പെട്ട പ്രവാചകന്റെ കൂടെ ഞാനൊരു ദിവസം ഇങ്ങനെ യാത്ര ചെയ്യുമ്പോ ഫഖാല യാ ഗുലാം ഇന്നി ഉഅല്ലിമുക കലിമാത്തിൻ യഹ്ഫദില്ലാഹ യഹ്ഫദുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറയാണ്, മോനെ, ഞാനിതാ നിനക്ക് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഞാൻ നിന്നെ പഠിപ്പിക്കട്ടെ. നീ എവിടെയായിരുന്നാലും നീ അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ടാണ് നീ ജീവിക്കേണ്ടത് എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞാൻ കുഞ്ഞായിരിക്കുമ്പോ അദ്ദേഹത്തിന്റെ കൂടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോ എനിക്ക് അദ്ദേഹം പഠിപ്പിച്ചു തന്ന വിഷയമാണിത് എന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റഹിമഹുല്ലാഹ് നമ്മളെ പഠിപ്പിക്കുന്നത് നമുക്ക് ഓരോരുത്തർക്കും കാണാൻ കഴിയും. ഏത് കുഞ്ഞാവട്ടെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് വന്നാൽ ആ കുഞ്ഞിന്റെ തലയിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തടവാറുണ്ടായിരുന്നു. മാത്രവുമല്ല, ആ കുഞ്ഞിനെ ഖൈറിന് വേണ്ടി, ബർക്കത്തിന് വേണ്ടി അവിടുന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്ന് ഹദീസുകൾ പരിശോധിക്കുമ്പോ നമുക്ക് കാണാൻ കഴിയും. മഹാനായ അബൂ മുസൽ അശ്അരി റളിയല്ലാഹു അൻഹു അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട ഒരു സംഭവം ഇപ്രകാരം നമ്മൾ അറിയിക്കുകയാണ്. ഉലിദ ലീ ഗുലാം, എനിക്കൊരു കുഞ്ഞു പിറന്നു. ഫഅതൈതു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ആ കുഞ്ഞുമായി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് ചെന്നു. ഫസമ്മാഹു ഇബ്രാഹിം, ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുഞ്ഞിന് ഇബ്രാഹിം എന്ന് പേര് വിളിച്ചു. ഫഹന്നകഹു ബിതംറത്തിൻ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ ഒരു കാരക്കുണ്ടായിരുന്നു. ആ കാരക്കൊന്നിങ്ങനെ ചവച്ച് അതിന്റെ മധുരം ആ കുഞ്ഞിന്റെ വായിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ വെക്കുകയാണ്. വദഅലഹു ബിൽ ബറക, മാത്രവുമല്ല ഈ കുഞ്ഞിന് വേണ്ടി, ഖൈറിന് വേണ്ടി, ബറക്കത്തിന് വേണ്ടി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കുകയും ചെയ്തു എന്ന് മഹാനായ അബൂ മുസൽ അശ്അരി റഹിമഹുല്ലാഹ് നമ്മളെ പഠിപ്പിക്കുന്നത് ഇമാം ബുഖാരി തന്റെ സ്വഹീഹിലെ 5467 നമ്പർ ഹദീസായി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തി വെച്ച ഹദീസ് നമുക്ക് കാണാൻ കഴിയും. മാത്രവുമല്ല, ചെറിയ കുട്ടികളോട് പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പുഞ്ചിരിച്ചുകൊണ്ട് തമാശ പറയുമായിരുന്നു. കുട്ടികളല്ലേ, ഞാൻ എന്തിനാണ് അവരോട് സംസാരിക്കുന്നത്? ഞാൻ ഇവിടുത്തെ പ്രവാചകനല്ലേ എന്നൊന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഉണ്ടായിരുന്നില്ല. കുട്ടികളോട് കുട്ടിയായി പെരുമാറുകയും അവരോട് കളിതമാശകൾ പറയുകയും ചെയ്യുമായിരുന്നു എന്ന് സഹോദരങ്ങളെ ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാണ്, കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഹ്സനൻ നാസി ഖുലുഖാ, ഞങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും നല്ല സ്വഭാവമുള്ള വ്യക്തി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു. എന്നിട്ട് അദ്ദേഹം പറയാണ്, വകാന ലി അഖുൻ യുഖാലു ലഹു അബൂ ഉമൈർ, എനിക്കൊരു സഹോദരനുണ്ട്, അവന്റെ പേര് അബൂ ഉമൈർ എന്നാണ്. ഫകാന ഇദാ ജാഅ യാ അബാ ഉമൈർ മാദാ ഫഅല നുഗൈർ. അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാനും എന്റെ അനിയനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെ കണ്ടുമുട്ടുന്ന സമയത്ത് എന്റെ കുഞ്ഞനിയനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കും, യാ അബാ ഉമൈർ, അബൂ ഉമൈറേ, മാദാ ഫഅല നുഗൈർ, നിന്റെ കയ്യിൽ ഒരു കിളി ഉണ്ടായിരുന്നില്ലേ, ഒരു കുഞ്ഞു പക്ഷി ഉണ്ടായിരുന്നില്ലേ, അതെവിടെ
എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ചെറിയ കുഞ്ഞിനോട് ചോദിക്കാറുണ്ടായിരുന്നു എന്ന് നമുക്ക് ഓരോരുത്തർക്കും കാണാൻ കഴിയും. അനസ് റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരന്റെ ഈ കുഞ്ഞി കുട്ടിയുടെ കയ്യിൽ ഒരു കിളി ഉണ്ടാവാറുണ്ട്. ഈ കുട്ടിനെങ്ങനെ കാണുന്ന സമയത്തൊക്കെ ഇങ്ങനെ ചോദിക്കും, അബൂമേറെ, എവിടെ മോനെ നിന്റെ കയ്യിലുള്ള കിളി എവിടെ? കിളിന്റെ വർത്താനം എന്താ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടിയോട് ചോദിക്കാറുണ്ടായിരുന്നു എന്നാണ്. മാത്രവുമല്ല, കുട്ടികളെയോ മുതിർന്നവരെയോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വെറുപ്പിക്കാറുണ്ടായിരുന്നില്ല. അവരോട് സന്തോഷത്തോടുകൂടെ സമാധാനത്തിന്റെ വർത്തമാനങ്ങൾ മാത്രമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംസാരിച്ചിരുന്നത്. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാണ്, ഞാൻ 10 വർഷത്തോളം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അദ്ദേഹത്തിന് ഇങ്ങനെ ഖിദ്മത്ത് ചെയ്തുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ ഈ 10 വർഷക്കാലത്തിനിടയിൽ അനസേ, നീ എന്താണ് ചെയ്തത്? നീ എന്തിനാണ് അങ്ങനെ ചെയ്തത്? അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന നിലയ്ക്ക് ഒരു ചെറിയ മോശമായ പദപ്രയോഗം പോലും എന്നോട് എന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 10 വർഷം എന്ന സുദീർഘമായ ദിവസങ്ങളിൽ എന്നോട് ചെയ്തിട്ടില്ല എന്ന് മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് പ്രിയപ്പെട്ടവരെ നമുക്ക് ഓരോരുത്തർക്കും കാണാൻ കഴിയും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സുദീർഘമായി നമസ്കരിക്കണമെന്ന് വിചാരിക്കും. പക്ഷേ കുഞ്ഞുകുട്ടികൾ ഇങ്ങനെ കരയുമ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമസ്കാരം ചുരുക്കും. ഒരിക്കൽ എളുപ്പത്തിൽ നമസ്കരിച്ചു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബിമാരെ ചോദിക്കാണ്, എന്തേ നബിയേ? ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരു കുഞ്ഞു കുട്ടി കരയുന്നത് നിങ്ങൾ കേട്ടില്ലേ? എനിക്ക് ആ കുഞ്ഞിന്റെ കരച്ചിൽ ഇങ്ങനെ കേട്ടപ്പോ എനിക്കത് വലിയ ദുഃഖമായി, പ്രയാസമായി. അതുകൊണ്ടാണ് ഞാൻ നമസ്കാരം ചുരുക്കിയത് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ കഴിയും. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ നമസ്കാരത്തിൽ സുജൂദിനെ ഒരൽപ്പം കൂടെ ദീർഘം വരികയാണ്. നമസ്കാരം കഴിഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട് സ്വഹാബിമാരെ ചോദിക്കുകയാണ്, എന്തേ നബിയേ, സുജൂദ് നന്നായിട്ട് നീണ്ടല്ലോ, എന്തേ കാരണം? ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാണ്, എന്റെ മുതുകത്ത് പേരക്കുട്ടി ഉണ്ടായിരുന്നു. അവൻ എന്റെ മുതുകത്ത് ഇങ്ങനെ കളിക്കുകയാണ്. ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റാൽ എന്റെ കുട്ടിക്ക് പ്രയാസാവൂലേ? അവനത് പ്രയാസമാവുകയില്ലേ എന്ന് ഞാൻ വിചാരിച്ചു. അതുകൊണ്ടാണ് നിസ്കാരത്തിൽ ആ സുജൂദിൽ ഇങ്ങനെ ഒരൽപ്പം ദൈർഘ്യം വന്നത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലേക്ക് ഇങ്ങനെ ചെന്നപ്പോ, സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇങ്ങനെ ആന കളിക്കുകയാണ്. മുതുകത്ത് തന്റെ പ്രിയപ്പെട്ട ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ 2 പേരമക്കളുണ്ട്. ഓല കൂടെ ഇങ്ങനെ ആന കളിക്കണം. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, എന്റെ മക്കളെ, നിങ്ങൾക്ക് കിട്ടിയ ആന ഉണ്ടല്ലോ, എത്ര നല്ല ആനയാണ് മക്കളെ നിങ്ങൾക്ക് ലഭിച്ചത് എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചത് നമുക്ക് കാണാൻ കഴിയും. ഈത്തപ്പഴത്തിന്റെ ഒരു വർഷത്തിലെ 1ാമത്തെ വിളവ്, അത് അതിൽ നിന്നൊരു വിഹിതം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് സ്വഹാബിമാരിങ്ങനെ കൊണ്ടുവരുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിലെ സദസ്സിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടിക്കായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ നിന്ന് ആദ്യം നൽകിയിരുന്നത്. എന്നിട്ടായിരുന്നു അത് ബാക്കിയുള്ള ആളുകൾക്ക് വിതരണം ചെയ്തിരുന്നത് എന്ന് ഹദീസുകൾ പരിശോധിച്ചാൽ നമുക്ക് ഓരോരുത്തർക്കും കാണാൻ കഴിയും. മാത്രവുമല്ല പ്രിയപ്പെട്ടവരെ, എല്ലാ മക്കളോടും തുല്യ നീതി വർത്തിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. മഹാനായ നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് വന്നിട്ട് ചോദിക്കാൻ, നബിയേ, ഞാൻ എൻ്റെ ഒരു കുട്ടി ഉണ്ടല്ലോ, അവന് ഞാൻ നല്ലൊരു സമ്മാനം കൊടുത്തിട്ടുണ്ട് എന്ന് പറയുകയാണ്. അവന് മാത്രം ഞാനൊരു നല്ല ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ചോദിക്കുകയാണ്, ഫഅൽത ഹാദാ ബിവലദിക കുല്ലിഹിം, അല്ല വേറെ നിനക്ക് മക്കളില്ലേ? ആ മക്കൾക്കൊക്കെ നീ സമ്മാനം നൽകിയോ, ഈ ഗിഫ്റ്റ് നൽകിയോ? ഖാല, ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഇല്ല നബിയെ, ഞാനത് കൊടുത്തിട്ടില്ല. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാണ്, ഫത്തഖുല്ലാഹ്, നീ അല്ലാഹുവിനെ പേടിക്കണേ. ഇത്തഖില്ല, നീ അല്ലാഹനെ നന്നായി പേടിച്ചോ. വഅദിലൂ ബൈന ഔലാദികും, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ പ്രിയപ്പെട്ട സന്താനങ്ങൾക്കിടയിൽ നീതി പാലിക്കണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് സ്വഹാബിമാരെ പഠിപ്പിക്കുന്നത് നമുക്ക് ഓരോരുത്തർക്കും കാണാൻ കഴിയും. യുദ്ധത്തിന്റെ സമയങ്ങളിൽ പോലും യുദ്ധത്തിലെ സൈന്യാധിപന്മാരോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രദ്ധേയമായ ചില കരാറുകൾ നൽകാറുണ്ട്. ആ കരാറുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ കരാർ എന്താണെന്നറിയുമോ? അതേ, നിങ്ങൾ ഒരിക്കലും സ്ത്രീകളെ, ഉമ്മമാരെ നിങ്ങൾ ഒരിക്കലും ദ്രോഹിക്കരുത്. അതേപോലെ കുഞ്ഞുമക്കളെ നിങ്ങൾ ഒരിക്കലും ഉപദ്രവിക്കുകയോ അവരെ കൊല്ലുകയോ ചെയ്യരുത് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശത്രുപക്ഷത്തുള്ള കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് പോലും പറഞ്ഞത് പ്രിയപ്പെട്ടവരെ നമുക്ക് ഓരോരുത്തർക്കും കാണാൻ കഴിയും. എന്തിനേറെ കുഞ്ഞുങ്ങളെ നിങ്ങൾ ഒരിക്കലും ശപിക്കുക പോലും ചെയ്യരുത് എന്ന് ലോകത്തെ പഠിപ്പിച്ച മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വലാ തദഉ വലാ ഉലാദികും, നിങ്ങളുടെ മക്കൾക്ക് നന്മയ്ക്ക് വേണ്ടിയല്ലാതെ നിങ്ങൾ ഒരിക്കലും പ്രാർത്ഥിക്കരുത്. അവനെ അങ്ങനെയാവട്ടെ, അവൻ ഇങ്ങനെയാവണം, ആ നിലയ്ക്ക് ശാപവാക്കുകൾ ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പറയരുത് എന്ന് മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ അറിയിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഞാനും യതീമിനെ സംരക്ഷിക്കുന്നവനും നാളെ പരലോകത്ത് സ്വർഗത്തിൽ ഇപ്രകാരമായിരിക്കുമെന്ന് ഈ രണ്ടു വിരൽ ഇങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ലോകത്തെ പഠിപ്പിക്കുകയാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അനാഥ മക്കളുടെ അരികിൽ വെച്ച് നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ട സ്വന്തം കുഞ്ഞുങ്ങൾക്ക് ഉമ്മ വെക്കരുത്, അത് അനാഥ മക്കൾക്ക് പ്രയാസമായിരിക്കുമെന്ന് ലോകത്തെ പഠിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഒന്ന് ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ, തന്റെ പ്രിയപ്പെട്ട കുഞ്ഞ് ഇബ്രാഹിം, ആ കുട്ടി മരിക്കാനായ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തേങ്ങി തേങ്ങി കരഞ്ഞ് തന്റെ കുഞ്ഞുമോന്റെ അരികിലേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ചില കാര്യങ്ങളുണ്ട്. മോനെ, വലിയ സങ്കടമുണ്ട് എനിക്ക്. വഇന്നാ ബിഫിറാഖിക യാ ഇബ്രാഹിം ലമഹ്സൂനൂൻ, മോനെ നിന്റെ വേർപാടിൽ പൊന്നുപ്പാക്ക് വലിയ സങ്കടമുണ്ട്. ഈ കുടുംബത്തിനെല്ലാം നിന്റെ വേർപാടിൽ വലിയ സങ്കടമുണ്ട് മോനെ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കുഞ്ഞിന്റെ വേർപാടിൽ ഇങ്ങനെ മനംനൊന്ത് പ്രയാസപ്പെട്ട് അവിടുന്ന് പ്രഖ്യാപിക്കുന്നത് നമുക്ക് ഓരോരുത്തർക്കും കാണാൻ കഴിയും. തന്റെ മക്കളെ ചേർത്തണച്ച്, തന്റെ പേരക്കുഞ്ഞുങ്ങളെ ചേർത്തണച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ഉഈദുകുമാ ബികലിമാത്തില്ലാഹി താമ്മ വമിൻ കുല്ലി ശൈത്വാനിൻ വഹാമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയാണ്, പടച്ചോനെ എന്റെ ഈ കുഞ്ഞുമക്കൾക്ക് ഒരു പ്രയാസം പടച്ചോനെ നീ ഒരിക്കലും ഉണ്ടാക്കരുത്. ശൈത്വാന്റെ ശർറിൽ നിന്ന്, കണ്ണേറിൽ നിന്ന് പടച്ചോനെ നീ എന്റെ കുഞ്ഞുമക്കളെ കാത്തുരക്ഷിക്കണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിരുന്നു എന്ന് പ്രിയപ്പെട്ടവരെ നമുക്ക് ഓരോരുത്തർക്കും കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളോട്, കുരുന്നുകളോട് കാരുണ്യം കാണിക്കുന്നവരായി മാറാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയേണ്ടതുണ്ട്. തിരുത്തേണ്ടത് ഏറ്റവും സൗമ്യമായി തിരുത്തി, ഒരേ സമയം ഒരു രക്ഷിതാവും ഒരു സുഹൃത്തും ഒരു ഉപദേശകരുമായി നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് മുമ്പിൽ മാതൃകയുള്ള രക്ഷിതാക്കളായി മാറാൻ